കുറേ നാളായിട്ടോ വീഡിയോ ചെയ്തിട്ട്, വലിയൊരു ബ്രേക്ക് തന്നെ ആയിരുന്നു. അപ്പം ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഞാനിന്ന് ഔട്ട് ഓഫ് സ്റ്റേഷനാണ് എനിക്ക് കേസ്. അപ്പോൾ ഇന്ന് ആലപ്പുഴയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ ഇറങ്ങി, കാരണം ആലപ്പുഴ ഹൈവേ ഒക്കെ ഭയങ്കര പണിയൊക്കെ നടക്കുന്നുണ്ട്. ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലത്തെ ബസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വൈറ്റില വരെയും ഊബറിനാണ് കേട്ടോ പോയത്. പിന്നെ വൈറ്റിലയിൽ നിന്ന് KSRTCക്ക് പോകാമെന്ന് കരുതി. എനിക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതിലും ഇഷ്ടം ട്രാവൽ ചെയ്യാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കേസിനാണ് പോകണമെങ്കിലും ഞാനിത് അത്യാവശ്യം എൻജോയ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ യാത്ര പോകാനായിട്ട്. അങ്ങനെ നല്ല മഴക്കാറുണ്ടായിരുന്നു. പിന്നീട് നല്ല മഴയുണ്ടായിരുന്നു. കുറച്ച് നേരം ഞാൻ ഉറങ്ങിപ്പോയി, കാരണം ഏർലി മോർണിംഗ് എഴുന്നേറ്റത് കൊണ്ട് ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 2-2.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞാൻ കോടതിയിൽ എത്തി കേട്ടോ. നല്ല ഭംഗിയുള്ള ബിൽഡിംഗ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആലപ്പുഴ കോടതിയിൽ വന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കുട്ടനാടിൻ്റെ പിക്ചറാണല്ലോ. അപ്പോൾ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ആലപ്പുഴ ഫുൾ അങ്ങനത്തെ ഒരു പ്ലേസ് ആണെന്നാണ്. പിന്നീട് എൻ്റെ കല്യാണം കഴിഞ്ഞൊക്കെ പോയപ്പോൾ ഫുൾ ടൈം ആലപ്പുഴയിൽ കൂടിയാണ് യാത്ര. അപ്പോൾ എനിക്കറിയാം എവിടെ തൊട്ടാണ് ആ ഒരു പ്ലേസ് ഇങ്ങനെ തുടങ്ങുന്നത് എന്നുള്ളത്. ഇത് പ്രോപ്പർ ടൗണിൽ തന്നെയാണ് കേട്ടോ ഈ കോടതി. അപ്പോൾ ഞാൻ രാവിലെ ഒരു ചായ കുടിച്ചു. അത്ര നല്ല ചായയൊന്നും അല്ലായിരുന്നു. പിന്നെ എന്നത്തെ പോലെയും എല്ലാ സ്ഥലത്തും നേരത്തെ എത്തുന്നത് പോലെ ഇവിടെ നേരത്തെ എത്തി ഒരുപാട് നേരം പോസ്റ്റ് കിട്ടി കേട്ടോ. പോരാൻ നേരത്ത് ഒരു ഹിന്ദിക്കാരൻ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു കംപ്ലൈൻറ്റ് കാണിച്ചു തന്നു. അപ്പോൾ അത് വായിച്ചിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം, പുള്ളി കേസിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നേക്കുവാണെന്ന് പറഞ്ഞു. കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ പണമിടപാട്, അതായത് ഓൺലൈനായിട്ട് നമ്മൾ ലോൺ എടുക്കുന്ന പരിപാടിയാണ്. 1-2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ID പ്രൂഫും കാര്യങ്ങളും വെച്ച് ലോൺ സാങ്ഷനായി കിട്ടുന്നതുകൊണ്ട് എല്ലാവരും തന്നെ ഓൺലൈൻ ലോൺ എടുക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ചതി ഒളിച്ചിരിപ്പുണ്ട്. അത് ആർക്കും തന്നെ അറിയത്തില്ല. ഇവർ നമ്മളുടെ കോൺടാക്ട്സിന് എല്ലാവർക്കും തന്നെ നമ്മളുടെ ന്യൂഡ് ഇമേജസ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവർ തന്നെ മോഫ് ചെയ്തെടുത്ത ന്യൂഡ് ഇമേജസ് സെൻഡ് ചെയ്തതിന് ശേഷം നമ്മളവർ ഭീഷണിപ്പെടുത്തും. അങ്ങനെയാണ് കുറേ സൂയിസൈഡും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണം കിട്ടുമെന്ന് കരുതിക്കൊണ്ട് ആരും തന്നെ ഈ ചതിയിൽ പോയി വീഴാൻ പാടില്ല. പിന്നെ കൂടാതെ വേറൊരു ബിഗ് സ്കാമും കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല കമ്പനീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ ഫോണോ കാര്യങ്ങളൊക്കെ EMI എടുത്തിട്ട് കറക്റ്റായിട്ട് EMI അടച്ചു കഴിയുമ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരു 10-20 തവണയെങ്കിലും അവർ കോൺടാക്ട് ചെയ്തിട്ട് ലോൺ വേണോ എന്ന് ചോദിക്കും. അതിലും വലിയൊരു ചതിയുണ്ട്. കാരണം അവരും അമിതമായ പലിശയാണ് ഈടാക്കുന്നത്. പിന്നീട് അവർ നമ്മൾക്കെതിരെ കേസൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിലൊന്നും പോയി ചാടാതെ സൂക്ഷിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് അനിയെ കണ്ടപ്പോഴാണ് എനിക്കൊന്നൊരു ആശ്വാസമായത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.